നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് കുരുത്തിച്ചാലിൽ കുളിക്കാനിറങ്ങി കയത്തിൽപ്പെട്ട യുവാവ് മരിച്ചു. വളാഞ്ചേരി സ്വദേശി രോഹനാണ് മരിച്ചത്. അപകടങ്ങൾ ആവർത്തിക്കുമ്പോഴും കുരുത്തിച്ചാലിൽ സുരക്ഷാ നടപടികൾ കടലാസിലൊതുങ്ങുന്നു. വാളയാർ അണക്കെട്ടിൽ കാണാതായ മണ്ണാർക്കാട് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കിട്ടി. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന നെല്ലിപ്പുഴ ആണ്ടിപ്പാടം സ്വദേശി അൻസിലാണ് മരിച്ചത്. ഓൺലൈൻ തട്ടിപ്പ്. 1.08 കോടി രൂപ നഷ്ടപ്പെട്ട പരാതിയിൽ മലപ്പുറം സൈബർ പോലീസ് പിടികൂടിയ ഡൽഹി സ്വദേശി അബ്ദുൾ റോഷനിൽ നിന്നും കണ്ടെടുത്തത് 40,000 സിം കാർഡുകളും 150-ലേറെ ഫോണുകളും. ഇയാളെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. പെരിന്തൽമണ്ണയിൽ വാഹനാപകടം. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് സ്കൂൾ പ്രധാനാധ്യാപിക ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. മൂകാംബികയിൽ പോയി മടങ്ങിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. തട്ടകം ഒരുങ്ങി. മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കാളവേല ശനിയാഴ്ച ആഘോഷിക്കും. പൂരം ഞായറാഴ്ച. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണാർക്കാട് കുമരംപുത്തൂർ കുരുത്തിച്ചാലയിൽ കുളിക്കാനിറങ്ങി കയത്തിൽ അകപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് വളാഞ്ചേരി സ്വദേശി തോട്ടത്തിൽ ജേക്കബിന്റെ മകൻ രോഹൻ കയത്തിൽ അകപ്പെട്ടത്. വൈകിട്ട് 4:30 മരണത്തിന് കീഴടങ്ങി. 22 വയസ്സായിരുന്നു. വളാഞ്ചേരിയിൽ നിന്നും സുഹൃത്ത് ഷിനാസിനൊപ്പം ബുള്ളറ്റിലാണ് ഇരുവരും കുരുത്തിച്ചാലിൽ എത്തിയത്. അട്ടപ്പാടിയിലേക്ക് പോകുന്ന വഴി സോഷ്യൽ മീഡിയയിലൂടെ കേട്ടറിഞ്ഞ കുരുത്തിച്ചാലിൽ ഇറങ്ങുകയായിരുന്നു. ഇരുവരും പുഴയിൽ കുളിക്കുന്നതിനിടെ രോഹൻ കയത്തിൽ അകപ്പെടുകയായിരുന്നു. രോഹനെ രക്ഷിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ ഷിനാസ് ബഹളം വയ്ക്കുകയും കുരുത്തിച്ചാലിലുണ്ടായിരുന്ന പെരിന്തൽമണ്ണ സ്വദേശികളായ സുഫിയാനും സൂര്യജിത്തും നാട്ടുകാരും ചേർന്ന് രോഹനെ കരയ്ക്കെത്തിച്ചു. CPR നൽകിയ ശേഷം വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരാവസ്ഥയിലുള്ള രോഹനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. ബന്ധുക്കളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് വൈകിട്ട് 4:30 രോഹൻ മരണത്തിന് കീഴടങ്ങി. രോഹന്റെ പിതാവ് എടപ്പാളിൽ ദന്ത ഡോക്ടറും മാതാവ് മേരി ജേക്കബ് സൈക്കാട്രി ഡോക്ടറുമാണ്. സഹോദരങ്ങൾ ജുവാൻ, അമ്മു. സുരക്ഷാ സംവിധാനം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി കുമരംപുത്തൂർ കുരുത്തിച്ചാൽ. അപകടം പതിയിരിക്കുന്ന കുരുത്തിച്ചാലിലേക്ക് സന്ദർശക പ്രവാഹം. സന്ദർശകരുടെ തിരക്കിൽ പൊറുതിമുട്ടി നാട്ടുകാരും. സൈലന്റ് വാലിയുടെ മറുവശത്തെ മലയുടെ താഴ്ഭാഗത്താണ് കുരുത്തിച്ചാൽ. പാറക്കെട്ടുകൾക്കിടയിലൂടെ മുത്തുകൾ പോലെ ഒഴുകുന്ന തെളിമയാർന്ന വെള്ളവും പാറക്കെട്ടുകളും പച്ചപ്പുമാണ് കുരുത്തിച്ചാലിൻ്റെ പ്രധാന ആകർഷണം. സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ നൂറുകണക്കിന് പേരാണ് പ്രതിദിനം ഇവിടെ എത്തുന്നത്. അവധി ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും സന്ദർശകരുടെ എണ്ണം ആയിരങ്ങളാകും. കുരുത്തിച്ചാലിൻ്റെ വശ്യതയിൽ പതിയിരിക്കുന്നത് വൻ അപകടമാണ്. ഇതിനകം 12 പേരുടെ ജീവനാണ് കുരുത്തിച്ചാലിൽ പൊലിഞ്ഞത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ അടിത്തട്ട് വരെ കാണാനാകും. ആഴമില്ലെന്ന് കരുതി ഇറങ്ങുന്നത് വൻ കയങ്ങളിലേക്കാണ്. കുരുത്തിച്ചാൽ പരിചയമില്ലാത്തവർക്ക് കുരുത്തിച്ചാലാണ്. വെള്ളിയാഴ്ച രാവിലെ വളാഞ്ചേരിയിൽ നിന്നെത്തിയ സുഹൃത്തുക്കളിൽ ഒരാൾ കയത്തിൽപ്പെട്ടു. നാട്ടുകാരുടെ സമയോചിത ഇടപെടൽ കാരണം ആശുപത്രിയിലെത്തിക്കാനായി. പുഴയും കാടും ആസ്വദിക്കാനെത്തുന്നവർക്ക് സുരക്ഷ ഒരുക്കണമെന്ന നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. പുഴയിലേക്ക് ഇറങ്ങാതെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് ആവശ്യം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും എവിടെയും എത്തിയില്ല. ഓരോ മഴക്കാലം കഴിയുമ്പോഴും കുരുത്തിച്ചാലിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം കൂടുന്നതല്ലാതെ സുരക്ഷാ സംവിധാനങ്ങളൊന്നും നടപ്പാക്കുന്നില്ല. അവധി ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലുമെങ്കിലും പോലീസിനെ നിയോഗിക്കണമെന്നാണ് പഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും ആവശ്യം. സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നിരുന്നതാണ്. ഇതിനായി കാരാപ്പാടം റോഡിൽ ചെക്ക് പോസ്റ്റും പോലീസ് ഔട്ട് പോസ്റ്റും സ്ഥാപിച്ചിരുന്നു. എന്നാൽ പോലീസിനെ നിയോഗിച്ചില്ല. ചെക്ക് പോസ്റ്റും സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകളുമെല്ലാം നശിപ്പിച്ച നിലയിലാണ്. ലഹരി ഉപയോഗിക്കാൻ എത്തുന്നവരുടെ കേന്ദ്രമായി കുരുത്തിച്ചാൽ മാറിയതായി നാട്ടുകാർ പറഞ്ഞു. കുരുത്തിച്ചാലിൽ അടിയന്തരമായി സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് പഞ്ചായത്ത് അംഗം D. വിജയലക്ഷ്മി ആവശ്യപ്പെട്ടു. ഈ 3 വർഷവും ഞങ്ങൾ നിരന്തരം പറയാറുള്ളതാണ്, കുരുത്തിച്ചാലിലേക്ക് ഒരു ജനപ്രവാഹമാണ്. ഒരു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോലും ഇത്രയധികം ജനങ്ങൾ കയറി ഇറങ്ങാത്തതുപോലെയുള്ള ഒരു ജനങ്ങളുടെ വരവാണ് ആ ഭാഗത്തേക്ക്.
അന്ന് മുതൽ ഞങ്ങൾ ജനങ്ങളെ നിയന്ത്രിക്കണം എന്ന് പോലീസിലാണെങ്കിലും കളക്ടർക്കാണെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഞങ്ങൾ എത്താവുന്നിടത്തൊക്കെ ഞങ്ങൾ പരാതി എത്തിച്ചിരുന്നു. ഇവനൊരു ചെക്ക് പോസ്റ്റ് പോലും അവിടെ ശരിയാക്കി വെക്കാനുള്ള ഒരു നിവൃത്തിയില്ലാത്ത ഒരു ചെക്ക് പോസ്റ്റ് ഉള്ളത്, അത് വൃത്തികേടായിട്ട് പോലീസുകാർക്ക് ഇരിക്കാൻ പറ്റാത്ത വിധം അത് തല്ലിപ്പൊളിച്ച് ഇതായിട്ട് കിടക്കണം. അത് നേരാക്കണം എന്നും പറഞ്ഞ് എസ്റ്റിമേറ്റ് സഹിതം എടുത്ത് ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. അതിന് യാതൊരുവിധ റെസ്പോണ്ടിങ്ങും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഞങ്ങൾ എങ്ങനെ അവിടെ പെരുമാറണം, ആ പരിസരത്തുള്ള ജനങ്ങൾ എങ്ങനെ അവിടെ ജീവിക്കണം? ഇങ്ങനെയാണ് ഇന്നലെ രാത്രിയിലത്തെ ഒരൊറ്റ മഴയാണ് ഇനി ഇത് സംഭവിക്കാൻ കാരണം. അതുപോലെ ചെറുതായിട്ടൊരു മഴ പെയ്താലും അവിടെ നല്ലവണ്ണം വെള്ളച്ചാട്ടം ഉണ്ടാകുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇത്ര നിരുപദ്രവപരമായ അതായത് നിരുപദ്രവം മീൻസ് ഒരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുന്നത്. അത് തീർച്ചയായിട്ടും അത് പോലീസ് ഇടപെടണം. തീർച്ചയായിട്ടും അവിടെ ആൾ വേണം. വേനൽക്കാലമാണെങ്കിലും മഴക്കാലമാണെങ്കിലും അവിടെ മഴക്കാലമാണെങ്കിൽ വെള്ളച്ചാട്ടം കൊണ്ടുള്ള ഉപദ്രവം, വേനൽക്കാലമാണെങ്കിൽ അവിടെ ആഴമേറിയ സ്ഥലങ്ങളാണ്, വെള്ളം ഒരുപാട് പാറകളൊക്കെ തെന്നലുള്ള സ്ഥലമാണ്. എപ്പോഴും അപകടം നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവിടെ ആൾ നിയന്ത്രണം വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ അതില്ലാത്തത് കാരണം മാത്രമാണ് ഇങ്ങനെ അവിടെ സംഭവിക്കാൻ കാരണം. വാളയാർ അണക്കെട്ടിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മണ്ണാർക്കാട് ആണ്ടിപ്പാടം കപ്പൂരാൻ ആബിദിന്റെ മകൻ അൻസിലിന്റെ മൃതദേഹമാണ് വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെ കണ്ടെത്തിയത്. 18 വയസ്സായിരുന്നു. കോയമ്പത്തൂരിൽ ബിടെക് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു അൻസിൽ. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് വാളയാർ അണക്കെട്ടിൽ അൻസിൽ അടങ്ങുന്ന വിദ്യാർത്ഥി സംഘം കുളിക്കാനിറങ്ങിയത്. ദൂരേക്ക് നീന്തി നീങ്ങിയ അൻസിൽ ചതുപ്പിൽ മുങ്ങിത്താഴുകയായിരുന്നു. കോയമ്പത്തൂർ ഡാനിഷ് അലി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ അൻസിൽ സഹപാഠികളായ 12 അംഗ സംഘത്തോടൊപ്പമാണ് അണക്കെട്ടിൽ എത്തിയത്. ഇവർ തമിഴ്നാട് അതിർത്തിയിലെ ഊടുവഴിയിലൂടെയാണ് അണക്കെട്ടിൽ ഇറങ്ങിയത്. വിവരമറിഞ്ഞ് വാളയാർ പോലീസും കാഞ്ചിക്കോട് അഗ്നിരക്ഷാ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി നാസർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങളും രാത്രി 9 വരെ തിരച്ചിൽ നടത്തിയെങ്കിലും അൻസിലിനെ കണ്ടെത്താനായില്ല. വെള്ളിയാഴ്ച സ്കൂബ സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി കോയമ്പത്തൂരിൽ നിന്ന് മണ്ണാർക്കാട് എത്തിച്ച മൃതദേഹം പൊതുദർശനത്തിനു ശേഷം വെള്ളിയാഴ്ച വൈകിട്ട് മണലടി ജുമാ മസ്ജിദിൽ ഖബറടക്കി. ബിടെക് 1ാം വർഷം വിദ്യാർത്ഥിയാണ്. മാതാവ് ഷെമീന, ഫിദ, ആദീബ്, ഹാല എന്നിവർ സഹോദരങ്ങളാണ്. ഓൺലൈൻ തട്ടിപ്പ് അന്വേഷിച്ചപ്പോൾ 40,000 സിം കാർഡുകളുമായി മലപ്പുറം സൈബർ പോലീസ് ഡൽഹി സ്വദേശിയെ പിടികൂടിയതോടെ തെളിയാൻ പോകുന്നത് ഗുരുതരമായ അനേകം കുറ്റകൃത്യങ്ങൾ. കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയാണ് പോലീസ്. മടിക്കേരിയിൽ നിന്നും മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത ഡൽഹി സ്വദേശി അബ്ദുൾ റോഷനിൽ നിന്നും വിവിധ കമ്പനികളുടെ 40,000-ലേറെ സിം കാർഡുകളും 150-ലേറെ ഫോണുകളുമാണ് കണ്ടെടുത്തത്. ഓൺലൈൻ തട്ടിപ്പിൽ 1.08 കോടി രൂപ നഷ്ടപ്പെട്ട പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഡൽഹി സ്വദേശി അബ്ദുൾ റോഷനെ മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും വിവിധ കമ്പനികളുടെ 40,000-ലേറെ സിം കാർഡുകളും 150-ലേറെ മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു. ഉപഭോക്താക്കൾ അറിയാതെ അവരുടെ പേരിലുള്ള സിം കാർഡുകൾ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾക്ക് അബ്ദുൾ റോഷൻ കൈമാറുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. സിം കാർഡുകൾ ഉപയോഗിച്ച് വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ്റെ നിർദ്ദേശപ്രകാരം സൈബർ നോഡൽ ഓഫീസറും ഡിവൈഎസ്പിയുമായ VS ഷാജു, മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ IC ചിത്തരഞ്ജൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഫേസ്ബുക്ക് പേജ് ബ്രൗസ് ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു സൈറ്റിൻ്റെ ഷെയർ മാർക്കറ്റിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് കണ്ടു. അതിൽ അദ്ദേഹം കയറി ആ ലിങ്കിൽ കയറിയിട്ട് 2-3 ആഴ്ച അദ്ദേഹം വാച്ച് ചെയ്ത സമയത്ത് ഭയങ്കര പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഓൺലൈൻ ട്രേഡിംഗ് ആയിട്ടൊക്കെ കണ്ട് അദ്ദേഹം പിന്നീട് 1,08,00,000 രൂപ നിക്ഷേപിക്കുകയായിരുന്നു. കൃത്യമായി ചതിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൻ്റെ ഗ്രാവിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് കേസിൻ്റെ തുടർന്നുള്ള അന്വേഷണം സൈബർ SHO ശ്രീ ചിത്തരഞ്ജൻ്റെ നേതൃത്വമുള്ള ഒരു പ്രത്യേക സംഘത്തിന് ഞാൻ നൽകി. അവരത് വളരെ സ്ക്രൂപ്ലെസ്ലി ഫോളോ ചെയ്ത് കേസ് അന്വേഷണം നടത്തി. അതിലൊരു പ്രധാന കണ്ണിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് അബ്ദുൾ റോഷൻ എന്നാണ് പേര്. ഇപ്പോൾ അയാൾ കർണാടക മടിക്കേരിയിലാണ് അയാൾ ഉണ്ടായിരുന്നത്. മടിക്കേരിയിൽ വെച്ചിട്ട് SHOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കർണാടക പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് അയാളെ അറസ്റ്റ് ചെയ്ത സമയത്ത് അയാളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഈ കാണുന്നതെല്ലാം.
40,000-ൽ പരം സിമ്മുകളുണ്ട്. 150-ൽ പരം മൊബൈൽ ഫോണുകളുണ്ട്. ഈ മൊബൈൽ ഫോണെല്ലാം ചൈന മെയ്ഡ് മൊബൈൽ ഫോൺസാണ്. IMEI അവർക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മൊബൈൽ ഫോൺസാണ്. വേങ്ങര സ്വദേശിയായ യുവാവ് സമൂഹമാധ്യമത്തിൽ കണ്ട ഷെയർ മാർക്കറ്റ് സൈറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടെ തട്ടിപ്പിനിരയാവുകയായിരുന്നു. വൻ ലാഭം വാഗ്ദാനം ചെയ്ത് യുവാവിൽ നിന്നും വിവിധ അക്കൗണ്ടുകളിലൂടെ 1.08 കോടി രൂപ തട്ടിയെടുത്തു. പണം നഷ്ടപ്പെട്ടതോടെ യുവാവ് പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണവും ആരംഭിച്ചു. മലപ്പുറം പോലീസ് കർണാടക പോലീസിൻ്റെ സഹായത്തോടെ മടിക്കേരിയിലെത്തി അബ്ദുൾ റോഷനെ പിടികൂടുകയായിരുന്നു. ഇയാളിൽ നിന്നും കണ്ടെടുത്ത സിം കാർഡുകളിൽ 1500ഓളം സിം കാർഡുകൾ ഇപ്പോഴും ആക്റ്റീവാണെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾ എത്ര സിം കാർഡുകൾ തട്ടിപ്പ് സംഘങ്ങൾക്ക് കൈമാറിയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് സ്കൂൾ പ്രധാന അധ്യാപിക ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. മൂകാംബികയിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച പുലർച്ചെ 2:30 മണിയോടെയാണ് അപകടമുണ്ടായത്. വെള്ളിയാഴ്ച രാത്രി 2:30 മണിയോടെയാണ് അങ്ങാടിപ്പുറം ഗവൺമെന്റ് പോളിടെക്നിക്കിന് സമീപം വാഹനാപകടം ഉണ്ടായത്. മൂകാംബികയിൽ നിന്ന് വരികയായിരുന്ന കാർ റോഡിന് വശത്തായി നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. കാറിൽ സഞ്ചരിച്ചിരുന്ന 5 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. കുന്നക്കാവ് ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാന അധ്യാപിക സരള കെ, ഈ സ്കൂളിലെ തന്നെ അധ്യാപികയായ സരിത കെ, സരിതയുടെ ഭർത്താവും പാതായ്ക്കര AUP സ്കൂളിലെ അധ്യാപകനുമായ C ശ്രീകാന്ത്, ഇവരുടെ മക്കളായ ആരാധ്യ, അദ്വിക എന്നിവരാണ് കാറിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റവരെ മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സരള, ആരാധ്യ എന്നിവരുടെ നില ഗുരുതരമാണ്. ശ്രീകാന്താണ് കാർ ഓടിച്ചിരുന്നത്. ഉദുമൽപേട്ടിലെ സ്റ്റീൽ കമ്പനിയിൽ നിന്നും KCBയിലേക്ക് ഇരുമ്പ് കാലുകൾ കയറ്റി വന്ന ലോറിയിലാണ് കാർ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടം ഉണ്ടാക്കും വിധം റോഡിലാണ് ലോറി നിർത്തിയിട്ടിരുന്നതെന്ന് കാർ ഓടിച്ചിരുന്ന ശ്രീകാന്ത് പറഞ്ഞു. ഇടവേള. വാർത്തകൾ തുടരുന്നു. തട്ടകമൊരുങ്ങി. ഇണക്കാളുകൾ മായിക പ്രപഞ്ചം തീർക്കുന്ന കുലിക്കല്ലൂർ മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കാളവേലയും പൂരവും ഈ ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കും. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കാളവേല കൂടിയാണ് മുളയങ്കാവിലേത്. കുലുക്കല്ലൂർ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മേടമാസ ഉത്സവാഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ശനിയാഴ്ച കാളവേലയും ഞായറാഴ്ച വലിയ പൂരവും ആഘോഷിക്കുന്നത്. കുലുക്കല്ലൂർ, നെല്ലായ, വല്ലപ്പുഴ, ചളവറ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വിശാലമായ തട്ടകമാണ് മുളയൻകാവിൻ്റേത്. തട്ടകത്തെ 10 തറ ദേശങ്ങളിൽ നിന്നും ദേശക്കാളകൾക്ക് പുറമെ കമനീയമായി അലങ്കരിച്ചതും കണ്ണഞ്ചിപ്പിക്കുന്ന ദീപാലങ്കാര സംവിധാനത്തോടു കൂടിയതും വ്യത്യസ്ത വലുപ്പത്തിലും കലാമികവിലുമുള്ള 100-ൽ പരം ഇണക്കാളകളുടെ നിരനിരയായുള്ള വരവ് ദൃശ്യവിസ്മയം തീർക്കും. രാവിലെ ക്ഷേത്രത്തിലും ദേശങ്ങളിലും കാളകൊട്ടി അറിയിക്കുന്നതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാവുക. പുറമത്തറ ദേശത്തിനാണ് കാളവേലയുടെ നടത്തിപ്പ് ചുമതല. കാളവേല ദിവസം വൈകിട്ട് 6 മണിക്ക് കഥകളിപ്പത കച്ചേരി, രാത്രി 8:30 ഇരട്ട തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം രാത്രി 11 കാളപ്രദക്ഷിണവും 12 കാളയിറക്കവും പുലർച്ചെ കാളകയറ്റവും കാളകളിയും നടക്കും. പൂരം ദിവസമായ ഞായറാഴ്ച രാവിലെ 8 കൊട്ടിയറിയിക്കൽ, ഉച്ചയ്ക്ക് 2:30 സന്ധ്യാവേലയ്ക്ക് വിളക്കുവെപ്പ്, തുടർന്ന് തായമ്പക, കേളി, കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം 2:30 പുലാക്കാട്ടരി നായരുടെ നേതൃത്വത്തിൽ പാലക്കുറിച്ചി നായരുടെ ദീപത്തോടുകൂടി വെളിച്ചപ്പാടുമാരുടെ അകമ്പടിയിൽ മംഗളവാദ്യത്തോടുകൂടി താലപ്പൊലിപ്പറമ്പിൽ നിന്നും താലം നിരത്തിയുള്ള തേർ എഴുന്നള്ളിപ്പും തേരുകളുടെ കാവിറക്കവും നടക്കും. ക്ഷേത്ര തിരുമുറ്റത്ത് ഗംഭീര പഞ്ചവാദ്യവും അരങ്ങേറും. തുടർന്ന് നാടൻ കലാരൂപങ്ങളും വാദ്യഘോഷങ്ങളും ഉപപൂരങ്ങളുടെ വരവുകളും ഉത്സവപ്രേമികൾക്ക് കാഴ്ചവിരുന്നാകും. കാളവേലയ്ക്കും പൂരത്തിനും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം അധികൃതരും ട്രസ്റ്റി ബോർഡ് ഭാരവാഹികളും ഉത്സവാഘോഷ സഹായ സമിതി ഭാരവാഹികളും പറഞ്ഞു. ഉത്സവത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മുളയങ്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും
കേരളം കണ്ട ഏറ്റവും വലിയ കാളവേല നടക്കുന്ന ക്ഷേത്രമാണ്. അതിൻ്റെ ഉത്സവത്തിൻ്റെ ഒരു ലഹരിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമ്മളെല്ലാ കാര്യങ്ങൾക്കും ദേവസ്വം കൃത്യമായിട്ട് ഒരുക്കങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് വന്ന ആഘോഷപൂർവ്വം ആനന്ദിച്ച് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാളകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ അറിയാവുന്ന കാര്യമാണ്, ഏറ്റവും വലിയ കാളപൂരം നടക്കുന്നൊരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഒട്ടനവധി കാള കമ്മിറ്റികളും അതുപോലെ അതിനനുസരിച്ച് തന്നെ ഭക്തജനങ്ങളുടെ ഒരു വർദ്ധിച്ച വരവും ഉള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ അവർക്കൊന്നും ഒരു തരത്തിലും ഒരു മാർഗതടസ്സങ്ങളോ അല്ലെങ്കിൽ ഒരു കുറവുകളോ വരാത്ത രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. കാളകൾക്ക് പ്രത്യേക നിയന്ത്രണം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 മണിയോട് കൂടിയിട്ട് എല്ലാ കാളകളോടും നമ്മൾ കൃത്യമായിട്ട് എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആ സമയക്രമം കൃത്യമായി പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വെളിച്ചപ്പാടിൻ്റെ ഒരു പ്രദക്ഷിണമുണ്ട്, അതിൻ്റെ ഉള്ളിൽ പെടുന്ന തരത്തിലായിരിക്കണം. അതാണ് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ വിശ്വാസം പൂർത്തീകരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1-2 നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ രാത്രി 12 മണി വരെ മാത്രമാണ് നമ്മൾ വരുന്ന കാള കൂടുള്ള വാദ്യങ്ങൾക്ക് ക്ഷേത്രത്തിൽ കയറി 5 മിനിറ്റ് വാദ്യം നടത്താനുള്ള അവകാശമുള്ളൂ. രണ്ടാമതെന്ന് വെച്ചാൽ 12 മണി കഴിഞ്ഞാൽ ഒരു വാദ്യത്തിനും റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് കയറാനുള്ള അവകാശമില്ല. അത് നമ്മൾ അവരൊക്കെ അറിയിച്ചിട്ടുണ്ട്, എല്ലാവരും അറിയിച്ചു, കൃത്യമായി നമ്മൾ പല മീഡിയകൾ വഴിയിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാളയിറക്കം ഒരു പ്രധാനമാണ് നമുക്ക്. കാരണം 12 മണിക്ക് നമ്മൾ വലം വയ്ക്കും, ഓഫീസർ പറഞ്ഞമാർ വലം വയ്ക്കും. വലം വെച്ചതിന് ശേഷം നമ്മൾ കാള ഇറങ്ങുമ്പോൾ 1 മണിയൊക്കെ ആകുമ്പോഴേക്ക് കാള ഇറക്കാൻ തുടങ്ങും. പിന്നെ നമ്മളിവിടെ ഒരു ചെറിയ ആചാരമുള്ളത് എന്താ വെച്ചാൽ, ചെറിയല്ല, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വലിയ ആചാരം തന്നെയാണ്, പുറമത്ര കാള തിരുമുറ്റത്തേക്ക് ഇറങ്ങിയാൽ മറ്റൊരു കാളകളൊന്നും തിരുമുറ്റത്തേക്ക് ഇറങ്ങാറില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു സമയത്ത് നമ്മൾ എല്ലാ കാളക്കാരോടും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പുറമത്ര കാള 2 മണിയാകുമ്പോൾ തിരുമുറ്റത്തേക്ക് ഇറങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ പ്രവേശനം തിരുമുറ്റത്തേക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ എല്ലാ കാളകളോടും വരാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടെ തന്നെ നമ്മൾ അവരോട് അഭ്യർത്ഥിക്കുകയും കൂടിയാണ്. ഐതിഹ്യ പെരുമ കൊണ്ടും ആചാരമഹിമ കൊണ്ടും വള്ളുവനാട്ടിലെ ചരിത്രപ്രസിദ്ധമായ സ്ഥാനം അലങ്കരിക്കുന്നൊരു ദേവീക്ഷേത്രമാണ് നമ്മുടെ മുളയങ്കാവ്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കാളവേല നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് മുളയങ്കാവ്. മേടമാസം 1-ാം തീയതി തുടങ്ങുന്ന മേടമാസ ഉത്സവങ്ങളുടെ പരിസമാപ്തിയായിട്ടാണ് മുളയങ്കാവിൽ വലിയ കാളവേലയും അതുപോലെ തന്നെ വലിയ പൂരവും ആഘോഷിക്കുന്നത്. പൂരത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഉത്സവാഘോഷ സമിതിയും അതുപോലെ തന്നെ ട്രസ്റ്റി ബോർഡും ദേവസ്വവും എല്ലാവരും സംയുക്തമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമുക്ക് ഉത്സവലഹരിയിൽ ഈ തട്ടകം മാറാൻ പോവുകയാണ്. 10 തറ 4 ദേശം, അതായത് വല്ലപ്പുഴ, ചളവറ, എഴുവന്തല, നെല്ലായ പഞ്ചായത്ത്, അതുപോലെ തന്നെ കുലിക്കൽ പഞ്ചായത്ത് ഉൾപ്പെടുന്ന അതിവിപുലമായൊരു തട്ടകമാണ് മുളയങ്കാവിൻ്റെ. അപ്പോൾ ഇത്രയും തട്ടകത്തിൽ നിന്ന് കാളകൾ ഏകദേശം ചെറുതും വലുതുമായി അലങ്കരിച്ചു വരുന്ന ഏകദേശം ഒരു 100 ജോഡി കാളകൾ, 100-ൽ പരം കാളകൾ ക്ഷേത്രത്തിലേക്ക് എത്തും. തൂത ഭഗവതി ക്ഷേത്രം പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻകാല ക്ഷേത്ര കലാകാരന്മാരെയും ജീവനക്കാരെയും കമ്മിറ്റി ഭാരവാഹികളെയും ആദരിച്ചു. സ്നേഹാദരം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധമായ തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങളുടെ ഭാഗമായാണ് പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻകാല ക്ഷേത്ര ജീവനക്കാരെയും ക്ഷേത്രാനുബന്ധ കലകളിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചവരെയും മുൻകാല പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളെയും ആദരിച്ചത്. സ്നേഹാദരം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. വള്ളുവനാട്ടിലെ ഏതാണ്ട് അവസാനത്തേത് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ കുറച്ചു കാലം, കഴിഞ്ഞ മാസങ്ങൾ നമ്മുടെ നാടെമ്പാടുമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ചെറുതും വലുതുമായ എല്ലായിടത്തും ഓരോ ക്ഷേത്രത്തിൻ്റെയും ആചാരവും പ്രത്യേകതകളും അനുസരിച്ചുകൊണ്ട് അതിഗംഭീരമായി ഉത്സവങ്ങൾ ആഘോഷിക്കപ്പെട്ടു എന്നത് നാം കണ്ടതാണ്. ഉത്സവങ്ങൾ, പ്രത്യേകിച്ചും ക്ഷേത്രോത്സവങ്ങൾ, നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേകത
എല്ലാ മനുഷ്യരുടെയും ഉത്സവങ്ങളാണ് ക്ഷേത്രോത്സവങ്ങൾ എന്നതാണ്. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി സി കൃഷ്ണദാസ്, പ്രസിഡന്റ് സി എം പ്രദീപ്, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ശശികാന്ത്, നഗരസഭാ കൗൺസിലർമാരായ കെ ടി പ്രമീള, പി മൊയ്തീൻകുട്ടി, എൻ കവിത, വി വിനോദ്, ഷീജ അശോക്, പൂരാഘോഷ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിമാരായ സി അനന്തനാരായണൻ, പി വി സാജൻ, മുൻ പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹി ശിവദാസൻ വെട്ടത്ത് എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ ഗോപാലകൃഷ്ണൻ നായർ, രാധാകൃഷ്ണൻ പറശ്ശേരി, ഹരിദാസക്കുറുപ്പ്, ദേവയാനി പറശ്ശേരി, നാരായണൻ കിഴക്കേച്ചേരിയിൽ, പരിയാണി കപ്പൂർ, ശങ്കരൻ ആലിക്കൽ, രാമകൃഷ്ണൻ അമ്പലപ്പാറ, ശിവദാസൻ വെട്ടത്ത്, നാരായണൻ എമ്പ്രാന്തി, കേശവൻ നായർ മലമക്കളത്തിൽ എന്നിവരെ ആദരിച്ചു. തൂത ഭഗവതിയുടെ ഗാനം രചിച്ച യുവകവി രാജേഷ് കളപ്പാറയെ പരിപാടിയിൽ അനുമോദിച്ചു. +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടി പി ശ്രദ്ധ. ബയോളജി സയൻസ് വിദ്യാർത്ഥിയാണ്. +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും നേടിയാണ് പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടി പി ശ്രദ്ധ താരമായത്. ബയോളജി സയൻസിലാണ് ശ്രദ്ധയുടെ മിന്നും വിജയം. കൊടുമുണ്ട തടത്തിൽ പള്ളിയാലിൽ പ്രീതിയുടെയും പൊന്നാനി പുന്നക്കൽ പ്രശാന്തിൻ്റെയും മകളാണ് ശ്രദ്ധ. സെൻറ് പോൾസ് സ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പട്ടാമ്പി ഗവൺമെൻറ് സ്കൂളിലായിരുന്നു ഹയർ സെക്കൻഡറി പഠനം. അധ്യാപകരുടെയും കുടുംബത്തിൻ്റെയും പിന്തുണയാണ് മികച്ച വിജയം നേടാൻ കരുത്തായതെന്ന് ശ്രദ്ധ പറഞ്ഞു. ഈ വിജയത്തിന് വേണ്ടി എൻ്റെ സ്കൂളിലെ അധ്യാപകരും പ്രിൻസിപ്പളും അവർ കൂടാതെ തന്നെ എൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ എൻ്റെ പട്ടാമ്പി സിനാർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസിലാണ് ഞാൻ +1 എല്ലാം പഠിച്ചത്. അവിടെയുള്ള എല്ലാ അധ്യാപകരും ടീച്ചേഴ്സ് എല്ലാവരും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും എല്ലാം എനിക്ക് പ്രാക്ടിക്കൽ എക്സാമിനായാലും എന്തിനും കൂടെ ഉണ്ടായിരുന്നു. അതിനെല്ലാം എനിക്ക് അവരോട് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ 520 വാങ്ങി +1 തന്നെ വാങ്ങിയപ്പോൾ എല്ലാവർക്കും എന്നിൽ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. എനിക്ക് വാങ്ങാം, അടുത്ത +2 വർഷത്തിൽ എനിക്ക് വാങ്ങാൻ കഴിയും, ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയുമെന്ന് ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും പ്രതീക്ഷ തെറ്റിക്കാതെ എനിക്ക് വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതിലാണ് എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം. കുറച്ചൊക്കെ ചലഞ്ചിങ് ആയിരുന്നു. +2 പരീക്ഷ സമയത്ത് ഈ മോഡൽ എക്സാം കഴിഞ്ഞ ആ സമയത്ത് തന്നെ എൻ്റെ അമ്മയ്ക്ക് ന്യൂമോണിയൊക്കെ ആയിട്ട് അഡ്മിറ്റ് ആവേണ്ട അവസ്ഥ വന്നു ഈ ഹോസ്പിറ്റലിൽ. എന്നിട്ടും എനിക്ക് ഇങ്ങനെ വാങ്ങാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അമ്മയ്ക്കും അതൊരു ഭയങ്കര സന്തോഷമാണ്. അതുപോലെ എൻ്റെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എഞ്ചിനീയർ ആവണമെന്നാണ് ശ്രദ്ധയുടെ ആഗ്രഹം. ഇതിനായി എൻട്രൻസ് പരീക്ഷ എഴുതാനുള്ള ഒരുക്കത്തിലാണ് ശ്രദ്ധ. +2 പരീക്ഷയിൽ ജില്ലയിൽ 6 പേരാണ് 1200-ൽ 1200 മാർക്കും നേടിയത്. ഇതിൽ പട്ടാമ്പി ഉപജില്ലയിൽ ശ്രദ്ധയ്ക്ക് മാത്രമാണ് ഈ നേട്ടം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. SSLC പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മലപ്പുറം ജില്ലയിൽ തുടർ പഠനത്തിന് അവസരം ഇല്ലാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. എല്ലാ വർഷത്തെയും പോലെ താൽക്കാലിക സീറ്റുകളും ബാച്ചുകളുമായി ഓട്ടയടയ്ക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം വിലയിരുത്തി. ജില്ലയിലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും അടക്കം ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അതിന് കേവലം മലപ്പുറം വികാരമായി ചുരുക്കിക്കെട്ടുന്ന മന്ത്രി വി ശിവൻകുട്ടി യഥാർത്ഥത്തിൽ സംഘപരിവാർ വികാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് പറഞ്ഞു. സംസ്ഥാന ഭരണകൂടം, വിദ്യാഭ്യാസ മന്ത്രി +2-ന് പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നതിന് പകരം നിലവിലുള്ള ക്ലാസ് റൂമിൽ ഇനിയും കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ക്ലാസ് റൂമുകൾ +2 ക്ലാസ് റൂമുകൾ ക്രൗഡഡാണ്, കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ ജനക്കൂട്ടം ഒരു ക്ലാസ് റൂമിലുണ്ടാവും. കുട്ടികൾക്ക് ശരിയായി പഠിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ക്ലാസ് റൂമുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടത്, മലബാറിന് വേണ്ടത് പുതിയ ബാച്ചുകളാണ്. പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മലപ്പുറം ജില്ലക്കാർ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ വിവിധ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ റിസൾട്ട് അറിയുന്ന സമയത്ത് നിരന്തരമായി സമരത്തിലാണ്. പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഈ ന്യായമായ ആവശ്യം മലപ്പുറത്ത് നിന്ന് ഉന്നയിക്കുമ്പോൾ മന്ത്രി അതിന് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമല്ല,
മലപ്പുറം വികാരമുണർത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്തെ വംശീയമായി അധിക്ഷേപിക്കാനാണ് മന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ ഉന്നയിക്കുമ്പോൾ, ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആവശ്യത്തെ അടക്കം വളരെ മോശമായി ചിത്രീകരിക്കുകയും കേരള ജനതയ്ക്ക് മുന്നിൽ മലപ്പുറത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുമാണ് മന്ത്രി ശിവൻകുട്ടി ശ്രമിക്കുന്നത് എന്ന് നിർഭാഗ്യകരമാണ് എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ SSLC പാസ്സായ മുഴുവൻ കുട്ടികൾക്കും പഠിക്കുവാൻ ആവശ്യമായ പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്ന് ഒരിക്കൽ കൂടി വെൽഫെയർ പാർട്ടി പറയുകയാണ്. ഇത് അനുവദിച്ചില്ലെങ്കിൽ നിരന്തരമായ പ്രക്ഷോഭങ്ങളിൽ പാർട്ടി മുഴുകും. റിട്ടയർഡ് മലയാളം അധ്യാപകൻ ബഷീർ ചെറുപ്പശ്ശേരിയുടെ രചനാ സമാഹാരം അക്ഷരപ്പുഴയിലെ വെള്ളാരം കല്ലുകൾ ഞായറാഴ്ച പ്രകാശനം ചെയ്യും. ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ 1978-79 SSLC ബാച്ച് കൂട്ടായ്മയായ മാന്തോപ്പിലെ മഴത്തുള്ളികളുടെ ആഭിമുഖ്യത്തിലാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. തൂത ദാറുൽ ഉലൂം ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപകനായിരുന്ന ബഷീർ ചെറുപ്പശ്ശേരി എഴുതിയ കവിതകളും ലേഖനങ്ങളും കഥകളും ഉൾക്കൊള്ളുന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് മെയ് 12 ഞായറാഴ്ച നടക്കുന്നത്. അക്ഷരപ്പുഴയിലെ വെള്ളാരം കല്ലുകൾ എന്ന പേരിട്ടിരിക്കുന്ന പുസ്തകം ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1978-79 SSLC ബാച്ച് കൂട്ടായ്മയായ മാന്തോപ്പിലെ മഴത്തുള്ളികളുടെ ആഭിമുഖ്യത്തിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പുസ്തകം പ്രകാശനം ചെയ്യും. പ്രമുഖ സാഹിത്യകാരനും കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങും. ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ PTA പ്രസിഡന്റ് ഷാജി പാറക്കൽ അധ്യക്ഷത വഹിക്കും. ചെറുപ്പശ്ശേരി ആർദ്രം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PT ഹമീദ്, ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ E രാജൻ, PP വിനോദ് കുമാർ, TP ഹരിദാസൻ മാസ്റ്റർ, വേണു മാസ്റ്റർ തുടങ്ങിയവരും മറ്റു സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടായ്മ, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു പുസ്തകം പുറത്തിറക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. കാരണം ഞാൻ ഇപ്പോൾ റിട്ടയർ ചെയ്തു. സർവീസിലിരിക്കെ ഇതിനുവേണ്ടി പലതവണ ശ്രമിച്ചതാണ്. പക്ഷേ ജോലി തിരക്കിൻ്റെ ഇടയിൽ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു മടി എന്ന് തന്നെ പറയാം. എന്തായാലും ഇപ്പോൾ വളരെ ഒരു കൈത്താങ്ങായി മാന്തോപ്പിലെ മഴത്തുള്ളികൾ എന്ന പേരിൽ ഞങ്ങളുടെ 1978-79 ബാച്ചിലെ SSLC വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ എന്നോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ സന്തോഷവും. എന്തായാലും എല്ലാം ഭംഗിയായി തയ്യാറായി കഴിഞ്ഞു. മറ്റന്നാളാണ് അതിൻ്റെ പ്രകാശന ചടങ്ങ് വെച്ചിരിക്കുന്നത്, രാവിലെ 10 മണിക്ക്. നമ്മുടെ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി മാഷ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആളാണ്, ദേശീയ അധ്യാപക അവാർഡ് നേടിയ ആളും കൂടിയാണ്. അദ്ദേഹം വരാമെന്ന് ഏറ്റിട്ടുണ്ട്. പ്രകാശന ചടങ്ങിൻ്റെ ഉദ്ഘാടനം ഞങ്ങളുടെ ഗ്രൂപ്പ് ചെയർമാനും ചെറുപ്പശ്ശേരി നഗരസഭയുടെ ചെയർമാനുമായ രാമേന്ദ്രനാണ് നിർവഹിക്കുന്നത്. അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ PTA പ്രസിഡൻ്റാണ്. യോഗത്തിൽ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇനി പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ അക്ഷരപ്പുഴയിലെ വെള്ളാരം കല്ലുകൾ എന്നാണ് പുസ്തകത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു രചനാ സമാഹാരമാണ്. സാധാരണഗതിയിൽ കഥകൾ മാത്രം, കവിതകൾ മാത്രം, ലേഖനങ്ങൾ മാത്രം, അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. പക്ഷെ ആ രീതിയിൽ നിന്ന് വിഭിന്നമായിട്ട് എല്ലാതും ഉൾക്കൊള്ളുന്ന 31 രചനകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മാന്തോപ്പിലെ മഴത്തുള്ളികൾ ഗ്രൂപ്പ് ഭാരവാഹികളായ P രാമചന്ദ്രൻ, PP വിനോദ് കുമാർ, ബഷീർ ചെറുപ്പശ്ശേരി, M ജയരാജൻ മാസ്റ്റർ, അബ്ദുൽ ലത്തീഫ്, ഷർഫുദ്ദീൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം പഴയലക്കിടി GSBS സ്കൂളിൽ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രശസ്ത ചിത്രകാരൻ RK ചന്ദ്രബാബു ക്ലാസ് എടുത്തു. പഴയലക്കിടി GSBS സ്കൂളിലാണ് 18ാമത് അവധിക്കാല ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് K ഫൈസൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ചിത്രകാരനും ശില്പിയും എഴുത്തുകാരനും ഫോട്ടോഗ്രാഫറുമായ RK ചന്ദ്രബാബു ക്ലാസ് എടുത്തു. ഹെഡ് മിസ്ട്രസ് നിഷ അധ്യക്ഷയായി. സ്റ്റാഫ് സെക്രട്ടറി സൈനാബി, PTA വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റാഫി, സീനിയർ അധ്യാപകനായ രമേഷ് കുമാർ, SMC ചെയർമാൻ സലാം, എക്സിക്യൂട്ടീവ് മെമ്പർ ഷുഹൈബ് തങ്ങൾ, ശ്രീജ പള്ളം എന്നിവർ സംസാരിച്ചു. കോട്ടപ്പാടം കാപ്പുപറമ്പ് CPM ബ്രാഞ്ച് കമ്മിറ്റി പ്രദേശത്ത് കുടിവെള്ളക്ഷാമം നേരിടുന്ന വീടുകളിലേക്ക് വാഹനത്തിൽ വെള്ളം എത്തിച്ചു നൽകി.
ബ്രാഞ്ച് സെക്രട്ടറി സി രാമൻകുട്ടി, മുസ്തഫ വാണിയിൽ, ഡിവൈഎഫ്ഐ പ്രവർത്തകരായ പി നൌഷാദ്, ടി മൻസൂർ, SFI പ്രവർത്തകരായ പി ആദിൽ, വി അച്ചുമണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആവശ്യക്കാർ പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ തുടർന്നും വെള്ളം വീടുകളിൽ എത്തിക്കുമെന്ന് പ്രവർത്തകർ അറിയിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലടിക്കോട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും തിരഞ്ഞെടുപ്പ് വ്യാപാര ഭവനിൽ നടന്നു. KVVS ജില്ലാ ജനറൽ സെക്രട്ടറി K. ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് മുരളികുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി നവാസ് അലി റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ PK രാധാകൃഷ്ണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. നവാസ് അലി, സുന്ദരരാജൻ, NM അബൂബക്കർ സിദ്ദീഖ്, VS സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ തൊഴിൽ മേഖലയാണ് നമ്മുടെ വ്യാപാര മേഖല. ആദ്യ വർഷങ്ങളിലൊക്കെ നമ്മൾ പ്രസംഗിച്ചിരുന്നത്, നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞിരുന്നത് രണ്ടാമത്തെ തൊഴിൽ മേഖലയാണ് വ്യാപാര മേഖല. ആദ്യത്തെ തൊഴിൽ മേഖലയെ നമ്മൾ കൃഷിയെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്നത് പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മുടെ വ്യാപാര മേഖലയെ ആശ്രയിച്ച് തൊഴിലെടുക്കുന്ന ആളുകൾ കേരളത്തിൻ്റെ ജനസംഖ്യയുടെ പകുതിയോളം ആളുകളാണ്. അത്രയും വലിയ ഒരു സേവനമാണ് ഈ നാടിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം കേരളത്തിന്റെ കടമ്പഴിപ്പുറം ആലങ്ങാട് ശ്രീകുറുമ്പ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടത്തിവരാറുള്ള ശ്രീമദ് ഭാഗവത് സപ്താഹയജ്ഞം മെയ് 13 സമാപനമാകും. മെയ് 6 മുതലാണ് പരിപാടിക്ക് തുടക്കമായത്. പാലോനം മുരളി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. നിർമ്മല ഉണ്ണി പൗരാണിക. പാലോനം ചന്ദ്രൻ നമ്പൂതിരിയാണ് യജ്ഞവേദിയിൽ പൂജ. മെയ് 13 പ്രതിഷ്ഠാ ദിനം. തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങൾക്ക് പന്തലൊരുങ്ങി. കാറൽമണ്ണ അമ്പലവട്ടം ദേശകമ്മിറ്റിയുടെ പൂരപ്പന്തൽ ചെറുപ്പശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ M. മുഹമ്മദ് അനീഫ ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി സെക്രട്ടറി വിനോദ് കളത്തൊടി അധ്യക്ഷത വഹിച്ചു. തൂത പൂരാഘോഷം A വിഭാഗം പ്രസിഡന്റ് ഇല്ലിക്കൽ മുരളീധരൻ, നഗരസഭാ കൗൺസിലർമാരായ KM ഇസ്ഹാഖ്, N കവിത, ഷീജ അശോക്, K രജനി, K നിർമ്മല, V വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വികാരപരമായിട്ടുള്ള ഒരു ഉത്സവമാണ് പൂരാഘോഷം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ, ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ. ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റിന്റെ മികച്ച പരിസ്ഥിതി പ്രവർത്തനത്തിനുള്ള ദേശീയ പുരസ്കാരം മെയ് 12 തൃശൂർ നന്ദിക്കരയിൽ നടക്കുന്ന IFSCയുടെ 3ാം വാർഷിക വേദിയിൽ വെച്ച് സമ്മാനിക്കും. പരിസ്ഥിതി സംഘടനയായ ചെറുപ്പശ്ശേരി അടയ്ക്കാപ്പുത്തൂർ സംസ്കൃതിയുടെ അമരക്കാരനാണ് രാജേഷ്. പരിസ്ഥിതി രംഗത്ത് കേരളത്തിലും പുറത്തും നടപ്പാക്കിയ വ്യത്യസ്തവും നൂതനവുമായ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് കുരുത്തിച്ചാലിൽ കുളിക്കാനിറങ്ങി കയത്തിൽപ്പെട്ട യുവാവ് മരിച്ചു. വളാഞ്ചേരി സ്വദേശി രോഹനാണ് മരിച്ചത്. അപകടങ്ങൾ ആവർത്തിക്കുമ്പോഴും കുരുത്തിച്ചാലിൽ സുരക്ഷാ നടപടികൾ കടലാസിലൊതുങ്ങുന്നു. വാളയാർ അണക്കെട്ടിൽ കാണാതായ മണ്ണാർക്കാട് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കിട്ടി. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന നെല്ലിപ്പുഴ ആണ്ടിപ്പാടം സ്വദേശി അൻസിലാണ് മരിച്ചത്. ഓൺലൈൻ തട്ടിപ്പ്. 1.08 കോടി രൂപ നഷ്ടപ്പെട്ട പരാതിയിൽ മലപ്പുറം സൈബർ പോലീസ് പിടികൂടിയ ഡൽഹി സ്വദേശി അബ്ദുൾ റോഷനിൽ നിന്നും കണ്ടെടുത്തത് 40,000 സിം കാർഡുകളും 150-ലേറെ ഫോണുകളും. ഇയാളെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. പെരിന്തൽമണ്ണയിൽ വാഹനാപകടം. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് സ്കൂൾ പ്രധാനാധ്യാപിക ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. മൂകാംബികയിൽ പോയി മടങ്ങിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. തട്ടകം ഒരുങ്ങി. മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കാളവേല ശനിയാഴ്ച ആഘോഷിക്കും. പൂരം ഞായറാഴ്ച. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.